ഗുഡ് ഈവനിങ്. പാർട്ട് 2 ബുക്കിലെ ചാപ്റ്റർ 4ന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നാണ് നോക്കിയത്. ഇന്ന് നമ്മൾ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് പ്രകാരം ഇതിന് 6 കോളംസ് ആണുള്ളത്. ഒന്ന് പർട്ടിക്കുലർ കോളം, പിന്നെ നോട്ട് നമ്പർ, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, പെർസെൻറ്റേജ് ഓഫ് പ്രീവിയസ് ഇയർ, പെർസെൻറ്റേജ് ഓഫ് കറണ്ട് ഇയർ. പർട്ടിക്കുലർ കോളവും പ്രീവിയസ് ഇയറിലെ എമൗണ്ടും കറണ്ട് ഇയറിലെ എമൗണ്ടും ഒക്കെ ക്വസ്റ്റ്യനിൽ തരും. താഴെ ഉള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പ്രിപ്പയർ എ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയാം. എന്നിട്ട് 2 വർഷത്തെ ഡാറ്റ തരും. ഇവിടെ 2024ത്തെയും 2023ത്തെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രീവിയസ് ഇയർ, ഇതാണ് കറണ്ട് ഇയർ. അത് ഒരു ഓർഡർ തെറ്റിച്ചിട്ടാ തരിക. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഇത് കറണ്ട് ഇയറും മറ്റേത് പ്രീവിയസ് ഇയറും ആണ്. ഈ ഫോമാറ്റ് ആദ്യം നിങ്ങളൊന്ന് കോപ്പി ചെയ്യണം. ഇത് അതേപടി എഴുതി വെക്കണം. ആദ്യം പർട്ടിക്കുലർ കോളത്തിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എഴുതാം. എന്നിട്ട് അതിന്റെ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് ഇവിടെ എഴുതാം, കറണ്ട് ഇയറിലെ എമൗണ്ട് ഇവിടെ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് കാണാം. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത് എല്ലാ പെർസെൻറ്റേജ്, ഇപ്പോൾ പ്രീവിയസ് ഇയറിലെ എല്ലാ പെർസെൻറ്റേജും നമ്മൾ കാണുന്നത് പ്രീവിയസ് ഇയറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അടിസ്ഥാനത്തിലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പ്രീവിയസ് ഇയർ ഇവിടെ എത്രയാ? 31/3/2023. മറ്റേത് കറണ്ട് ഇയർ 31/3/2024. അത് ഞാൻ എഴുതിയേ. ഇനി ഇവിടുത്തെ പ്രീവിയസ് ഇയറിലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 10 ലക്ഷം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്. അല്ല സോറി, ഇത് 10 ലക്ഷം അല്ല, ഇത് 7,50,000. അപ്പം നമ്പർ മാറിപ്പോകരുത്. അവർ തെറ്റിച്ചിട്ടാ തരുന്നത് ഓർഡർ. 7,50,000. ഇത് 10 lakh അല്ലേ? ഇനി പെർസെൻറ്റേജ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ പെർസെൻറ്റേജ് കാണാൻ 7,50,000 ഡിവൈഡഡ് ബൈ, അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലാണ് കാണുന്നത്. പ്രീവിയസ് ഇയറിലെ പെർസെൻറ്റേജ് ആണ് കാണുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ പെർസെൻറ്റേജ് കാണാൻ ആ വർഷത്തെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണ് എടുക്കേണ്ടത്. 7,50,000 ഇൻറ്റു 100. ഇതാണ് വരും. അതിന്റെ പെർസെൻറ്റേജ് എത്ര വരും? ഏകദേശം ഇത് കറക്റ്റ് 100% എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് വരും. ഇനി ഈ വർഷത്തെ പെർസെൻറ്റേജ് കാണാൻ 2024 പെർസെൻറ്റേജ് കാണാൻ 10 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. അതിന്റെ പെർസെൻറ്റേജ് 100% വരും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഏകദേശം കറക്റ്റ് ആക്കി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വർഷത്തെ ഡാറ്റ ഫില്ല് ചെയ്യാൻ നോക്കാം. സോറി, രണ്ടാമത്തെ വർഷത്തിൽ രണ്ടാമത്തെ അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതർ ഇൻകം ഫസ്റ്റ് 75,000. അപ്പൊ നമ്മൾ ഇവിടെ 75,000 എഴുതാം. 75,000. ഇവിടെ അത് അതർ ഇൻകം 1 lakh ആണ്. അപ്പൊ അത് എഴുതാം. എന്നിട്ട് അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ കാണണം. അപ്പൊ നമ്മളിവിടെ പ്രീവിയസ് ഇയറിലെ പെർസെൻറ്റേജ് കാണാൻ 75,000 ഡിവൈഡഡ് ബൈ ആ വർഷത്തെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 7,50,000 ഇൻറ്റു 100. എല്ലാ ഇതിലും 7,50,000 ആണ് എടുക്കേണ്ടത്. 2023 എല്ലാം ചെയ്യുമ്പോൾ അത് എടുക്കണം. അപ്പോൾ 10% വരും. ഇനി ഇവിടുത്തെ ചെയ്യുമ്പോൾ നമ്മൾ 1 lakh ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100. അത് 10% വരും. മനസ്സിലായോ? ഇനി ഈ കോളത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ 7,50,000 ആണെന്നും അതർ ഇൻകം 75,000 ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ടോട്ടൽ റവന്യൂ എത്ര വരും? ഈ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഇരിക്കും. ടോട്ടൽ റവന്യൂവിന്റെ നേരെ ഇത് കൂട്ടി എഴുതാം. 7,50,000 75,000 കൂട്ടിയിട്ട് 8,25,000 ആണ് ഇതിന്റെ ടോട്ടൽ. ഇത് വരുന്നത് 10 lakh 1 lakh 11 lakh എഴുതാം. ഇനി അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ കാണണം. 8,25,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100. അതിന്റെ പെർസെൻറ്റേജ് വരുന്നത് 110. ഇതിങ്ങനെ കൂട്ടി എഴുതിയാലും മതി. 100ഉം 10ഉം 110 എഴുതിയാലും മതി. അപ്പോഴും ആൻസർ ആയിരിക്കും. ഇവിടെയും 110 പെർസെൻറ്റേജുകൾ കൂട്ടി എഴുതിയാൽ മതി കേട്ടോ. ഇത് രണ്ടും കൂട്ടിയിട്ട് എഴുതിയാൽ മതി.
ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂട്ടി 8,25,000 എഴുതി, 10 ലാഖും 1 ലാഖ് കൂട്ടി 11 ലാഖിന് എഴുതി. ഇവിടെ 100%ഉം 10%ഉം 110% എഴുതി. ഇവിടെയും 110% ഇത് രണ്ടും കൂട്ടി എഴുതി. ഇനി നമ്മൾ അടുത്തത് ലെസ് എക്സ്പെൻസുകളാണ്. അപ്പം ഏതൊക്കെ എക്സ്പെൻസുകൾ, ക്വസ്റ്റ്യനിൽ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ എക്സ്പെൻസിനെ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് രണ്ട് എക്സ്പെൻസ് ഉണ്ട്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസും അതർ എക്സ്പെൻസും. അപ്പോൾ രണ്ടും എഴുതണം, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, അതോടൊപ്പം തന്നെ അതർ എക്സ്പെൻസും ഉണ്ട്. അപ്പം എല്ലാ എക്സ്പെൻസുകളും ലിസ്റ്റ് ചെയ്യണം. അപ്പൊ രണ്ട് ഐറ്റം ഇവിടെ വരും. അപ്പൊ രണ്ട് ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം നമ്മൾ കോളംസും പ്രൊവൈഡ് ചെയ്യണം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എത്രയാണ് വന്നത്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 6 ലാഖ് ആണ് ഫസ്റ്റത്തെ പോലത്തെ. അതർ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 7,500. ഇനി ഇവിടെ വന്നിരിക്കുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വന്നിരിക്കുന്നത് 7,50,000ഉം അതർ എക്സ്പെൻസ് വന്നിരിക്കുന്നത് 10,000 ആണ്. ഇനി അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ കാണണം, ഈ രണ്ടിന്റെയും പെർസെൻറ്റേജ് നമ്മൾ കാണണം. അപ്പൊ 6 ലാഖ്, സോറി കോളം മാറിയില്ല. ഓക്കെ, ഇവിടെ പെർസെൻറ്റേജ് ഇത് രണ്ടും ഇവിടെയാണ് എഴുതുന്നുണ്ട്. അപ്പൊ അത് ഇവിടേക്ക് എഴുതാം. എന്നിട്ട് ഇത് രണ്ടും ഇവിടെ അതിന്റെ നമ്മൾ പെർസെൻറ്റേജ് കാണാം. അപ്പൊ 6 ലാഖ് ഡിവൈഡഡ് ബൈ, അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് കാണാൻ 7,50,000 തന്നെയാണ് എടുക്കേണ്ടത്, ഇൻറ്റു 100. അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? 6 ലാഖിൻ്റെ അത് 80% വരും. ഇനി അടുത്തത്, അവിടെ രണ്ട് എമൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ രണ്ടിന്റെയും പ്രത്യേകം നമ്മൾ കാണണം. അതർ എക്സ്പെൻസിന്റെ ഇവിടെ അതിനുള്ള സ്പേസ് കൊടുത്തിട്ട് ഓർഡർ കറക്റ്റ് ആക്കാം. ഇതിന്റെ പെർസെൻറ്റേജ് കണ്ടാൽ നമുക്ക് വരുന്നത് അതർ എക്സ്പെൻസിൻ്റെത് 1% ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ 7,50,000 രൂപ 75% ആണ് വരിക. പിന്നെ അതർ എക്സ്പെൻസസിൻ്റെത് 1% വരുന്നത്. ഇനി നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ നേരെ എഴുതണം. അപ്പൊ ഇവിടെ ഉള്ളത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ 8,25,000 അകത്ത് ഈ എക്സ്പെൻസിൽ രണ്ടും മൈനസ് ചെയ്യണം. ഇവിടെ രണ്ട് എക്സ്പെൻസിലാണുള്ളത്, അതർ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസും അതർ എക്സ്പെൻസും. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസും അതർ എക്സ്പെൻസും അത് രണ്ടും മൈനസ് ചെയ്യണം. അത് 8,25,000 അകത്ത് 6 ലാഖ് മൈനസ് ചെയ്യുക. പിന്നെ അഗെയിൻ 75,000ഉം 7,500ഉം മൈനസ് ചെയ്യാം. അപ്പോൾ 8,25,000 മൈനസ് 6 ലാഖ്, അത് 2,25,000 വരും. അതിന് വീണ്ടും 7,500 മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്നത് 2,17,500. ഇനി അടുത്തത് 24-ൽ എന്താ അവസ്ഥ നോക്കാം. 11 ലാഖ് മൈനസ് 7,50,000 മൈനസ് 10,000. എമൗണ്ട് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കണം കേട്ടോ. 3,40,000. ഇനി ഇതിന്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കാണും? 1,10,000 അകത്തുനിന്ന് 1 കുറച്ചാൽ മതി. 1,10,000 അകത്ത് 1% കുറച്ച് എത്ര വരും? 110 1 കുറച്ചാൽ 109%. അടുത്ത കോളത്തില് നമ്മള് അവിടെ 1% അല്ലല്ലോ, 81 കുറക്കണം. അപ്പൊ 110 അകത്തുനിന്ന് 81 കുറച്ചാൽ 29% വരും. ഇവിടെ 110 അകത്തുനിന്ന് 76% കുറക്കണം. അപ്പൊ ഇവിടെ 34% വരും. ഇനി നമ്മളിവിടെ ഇൻകം ടാക്സ് ഉണ്ട്, ലെസ് ഇൻകം ടാക്സ്. അത് എത്രയാണ്? ലെസ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല വെച്ചോ. അപ്പം ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിൽ ഇൻകം ടാക്സ് തന്നിട്ടുണ്ട്. ഈ കോളം ഒന്ന് ചെറുതാക്കി നമുക്ക് കാണാൻ പറ്റും.
റേറ്റ് ഓഫ് ഇൻകം ടാക്സ് 50%, 2 വർഷത്തിൽ 50%. ഈ 50% എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് 50%. അപ്പൊ ഇവിടെ ഉള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് എത്ര കിട്ടി? 2,17,500 കിട്ടി. അതിന്റെ 50% എടുക്കാം. അത് എത്രയാണ്? 1,08,750 ഇങ്ങനെയാണ് വരിക. ഇനി 3,40,000ന്റെയോ 3,40,000 ഇൻറ്റു 50% വരുന്നത് 1,70,000. അപ്പം എന്തിന്റെ ടാക്സ് എപ്പോൾ നമ്മൾ എടുക്കുന്നത് പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് ആയിരിക്കുമല്ലോ. അപ്പം 50% ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണോ അതിന്റെ 50% എടുക്കാം. ഓക്കെ, ഇനി അതിന്റെ പെർസെൻറ്റേജ് കാണണം. 1,00,000 അതിന്റെ പെർസെൻറ്റേജ് കാണാനും നമ്മൾ എന്താണോ നേരത്തെ ചെയ്തത് അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇവിടെ പെർസെൻറ്റേജ് 170%, സോറി, പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാം. ഞാൻ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. പെർസെൻറ്റേജ് ഇവിടുത്തെ പെർസെൻറ്റേജ് 108,750 ഡിവൈഡഡ് ബൈ 75, 7,50,000 ഇൻറ്റു 108,750 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100. അത് 14.5 ആണ് വരുന്നത്. 14.5%. ഇത് 1,70,000, ഒന്നുകൂടി കറക്റ്റ് ആണ് നോക്കാം. 1,70,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100. ഇത് 17% ആണ് കേട്ടോ. 17. ഇനി ഇത് നമ്മൾ മൈനസ് ചെയ്ത് തരണം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പറഞ്ഞാൽ ഇത് രണ്ടും മൈനസ് ചെയ്യണമല്ലോ. 2,70,000. അപ്പൊ അത് മൈനസ് ചെയ്താൽ അതിനെ കിട്ടാം. 750, 1,70,000. ഇത് നിങ്ങൾ പെർസെൻറ്റേജ് മൈനസ് ചെയ്തോളൂ. 29 14.5 മൈനസ് ചെയ്താൽ 14.5% അതിന് കറക്റ്റ് അല്ലേ? അവിടെ 17 ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ ഈ ഫോമാറ്റ് എല്ലാവരും കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ.